ശരി, നന്നായി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഒരാൾ പറഞ്ഞ കാര്യം മാത്രം വെച്ച് നമ്മൾ അന്വേഷിച്ചാലും എപ്പോഴാണ് വിവരം കിട്ടുക എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതെ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ അറിയിക്കണേ. ഓ ശരി, ഞാൻ വിളിച്ചോളാം. ഓക്കെ. പിന്നെ സൂരജിന്റെ മുത്തശ്ശൻ വിളിച്ചിരുന്നു. എന്താ, വെറുതെ വിളിച്ചതാണോ? സൂരജിനെ കുറിച്ച് വിവരങ്ങൾ അറിഞ്ഞിട്ട് അത് പറയാനാ വിളിച്ചത്. സൂരജിനെ കുറിച്ച് എന്താ അറിഞ്ഞത്? സൂരജ് ആരുടെ കൂടെ കാറിൽ കയറി പോകുന്നത് ആരോ കണ്ടു എന്നാ പറയുന്നത്. കാറിൽ കയറി പോകുന്ന കണ്ടെന്നോ? അതെ. അപ്പോ സൂരജ് ഇവിടെ തന്നെ ഉണ്ടോ? എന്നിട്ടെന്താ സൂരജ് ഇങ്ങോട്ട് വരാതെയും വിളിക്കാതെയൊക്കെ ഇരിക്കുന്നത്? ഇത്രയും ദിവസം സൂരജ് അവിടെ എന്ത് ചെയ്യാ? എടോ, ഇതൊക്കെ അന്ന് ആക്സിഡന്റ് നടന്ന സമയത്ത് നടന്ന കാര്യങ്ങളാ. ആരാ അന്ന് സൂരജിനെ കൊണ്ടുപോയതെന്നൊന്നും അറിയത്തില്ല. ആക്സിഡന്റ് നടന്ന സ്ഥലത്തു നിന്നാണോ കൊണ്ടുപോയത്? അത് ഞാൻ ചോദിച്ചില്ല, പക്ഷെ അല്ലെന്നാ തോന്നുന്നത്. ഇങ്ങനെ തലയും വാലും ഇല്ലാതെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്താ കാര്യം? ഇനിയിപ്പോ കാറിൽ പോയത് സൂരജ് ആയിരുന്നില്ലെന്ന് കുറച്ച് കഴിയുമ്പോൾ പറയൂ. അതെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം സൂരജിന്റെ മുത്തശ്ശൻ കർണാടകയിൽ പോയപ്പോൾ അവിടെ സൂരജിന്റെ ഫോട്ടോ കൊടുത്ത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചവർ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാ. അതിലെത്രമാത്രം സത്യങ്ങളുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാ വിദ്യമോളെ വിളിച്ച് കാര്യങ്ങളൊന്നും അദ്ദേഹം പറയാതിരുന്നത്. ഒന്നിനും ഉറപ്പില്ലെങ്കിൽ പിന്നെ നമ്മളെ വിളിച്ച് അറിയിച്ചത് എന്തിനാ? അല്ല, നമ്മൾ ആലോചിച്ചിട്ട് വിദ്യയെ അറിയിക്കണമെങ്കിൽ മാത്രം അറിയിച്ചാൽ മതി എന്നാ പറഞ്ഞത്. സൂരജിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ വിദ്യ കാത്തിരിക്കുക. ഒരു ചെറിയ വിവരം അറിഞ്ഞാലും അത് അവൾക്ക് വലിയ സന്തോഷമാകുമെന്നാ എനിക്ക് തോന്നുന്നത്. എന്നാലും ഒരു ഉറപ്പുമില്ലാത്ത കാര്യങ്ങൾ നമ്മളെങ്ങനെ പറയും? സൂരജ് തിരിച്ചു വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അടയാളമായിട്ട് ഈശ്വരൻ തരുന്നതാവും ഇത്തരം വിവരങ്ങൾ. സൂരജ് ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞാൽ തന്നെ വിദ്യയ്ക്ക് വലിയ ആശ്വാസമാവും. അതവളുടെ മാനസികാരോഗ്യത്തിന് നല്ലതാ. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് സംഭവിക്കാൻ പോകുന്നു എന്നൊരു പ്രതീക്ഷ നമ്മളെ നന്നായിട്ട് ജീവിക്കാൻ പ്രാപ്തരാക്കും. മനോജന് അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ നമുക്ക് വിദ്യയോട് പറയാം. പക്ഷെ സൂരജ് തിരിച്ചെത്താൻ വൈകിയ അതിനെല്ലാം നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അതപ്പം നമുക്ക് നോക്കാം. വിദ്യയുടെ മനസ്സിന് തെളിച്ചവും സന്തോഷവും നൽകാൻ സാധിക്കുന്നൊരു കാര്യം അവളെ അറിയിക്കണമെന്ന എൻ്റെ അഭിപ്രായം. എന്നാ മനോജേട്ടാ വാ, നമുക്കിപ്പോൾ തന്നെ വിദ്യയുടെ കാര്യം പറയാം. മോളെ, മോളെ വിദ്യ. എന്താ അമ്മേ? ഇനി നീ ഇങ്ങനെ വിഷമിച്ചിരിക്കൊന്നും വേണ്ട. മോൾക്ക് ഏറ്റവും അധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാനാ ഞങ്ങൾ വന്നത്. എന്താ കാര്യം? നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ഇപ്പൊ സംഭവിക്കാൻ പോകുന്നു. കാര്യം എന്താന്ന് പറ. സൂരജിന്റെ മുത്തശ്ശൻ വിളിച്ചിരുന്നു മോളെ. മുത്തച്ഛനോ? എന്തിന്? എന്റെ സൂരജ് തിരിച്ചു വന്നോ? സൂരജ് തിരിച്ചെത്തിയിട്ടില്ല, പക്ഷെ ഉടനെ എത്തും. സൂരജിന്റെ മുത്തശ്ശൻ കർണാടകയിലൊക്കെ അന്വേഷിച്ചു പോയിരുന്നില്ലേ? അവിടെ സൂരജിന്റെ ഫോട്ടോ കാണിച്ച് ആരുടെയൊക്കെ അടുത്ത് സൂരജിനെ കുറിച്ച് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ടാ വന്നത്. അവരിലൊരാൾ മുത്തശ്ശനെ വിളിച്ചിരുന്നു. സൂരജിനെ ആരോ വന്ന് കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് കണ്ടു എന്നാ പറഞ്ഞത്. സത്യമാണോ ഈ പറയുന്നത്? എന്റെ സൂരജ്? അതെ മോളെ, സൂരജിനൊരു ആപത്തും പറ്റിയിട്ടില്ല. ഉടനെ നമുക്ക് സൂരജിനെ കണ്ടെത്താനാകുമെന്ന് രാഘവേട്ടൻ പറഞ്ഞത്. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. സൂരജ് എവിടെയെങ്കിലും സേഫ് ആയിട്ടുണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാ ഞാൻ ഇതുവരെ ജീവിച്ചത്. ഇനി മോൾക്ക് ധൈര്യമായിട്ടിരിക്കാം. വൈകാതെ സൂരജ് മോളുടെ അടുത്ത് തിരിച്ചു വരും. ആരാ അച്ഛാ സൂരജിനെ കൂട്ടിക്കൊണ്ടു പോയത്? അവരെന്തിനാ കൊണ്ടുപോയേ? സൂരജ് എന്ത് തിരിച്ചു വരാത്തെ? അതേക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഏതായാലും
സൂരജിന് ആപത്തൊന്നും വന്നിട്ടില്ലെന്ന് ഉറപ്പായില്ലേ? ഇനി നമുക്ക് കണ്ടെത്താവുന്നല്ലേ ഉള്ളൂ, അല്ലേ? അതെ, ഇനിയെങ്കിലും എന്റെ മോളിങ്ങനെ വിഷമിച്ചും ആഹാരം കഴിക്കാതെ ഒന്നും ഇരിക്കരുത്. ആ, ഇനി സൂരജ് തിരിച്ചു വരുമ്പോൾ അവനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് മോളുടെ ഈ അവസ്ഥയായിരിക്കും. എന്നെങ്കിലും എന്റെ സൂരജ് എന്നെ തേടി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ ഒരു വിശ്വാസം കൊണ്ടാ ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്ന. എല്ലാവരും സൂരജിനെ എനിക്ക് നഷ്ടമായി എന്ന് പറഞ്ഞപ്പോ അവനൊപ്പം പോകണമെന്നാ ഞാൻ ആഗ്രഹിച്ച. പക്ഷെ മരിക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയപ്പോ എന്റെ സൂരജിന്റെ ഓർമ്മകൾ തന്നെയാ എന്നെ തടഞ്ഞത്. മോളെ, നീ എന്തായി പറയുന്നേ? നീ മരിക്കാൻ പോയെന്നോ? അപ്പൊ അപ്പൊ നിനക്ക് അച്ഛനെ അമ്മ ഓർമ്മ വന്നില്ലേ? നിങ്ങൾ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഞങ്ങൾക്ക് നിന്റെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലെന്നാണോ? അങ്ങനല്ലമ്മേ. ആ സമയത്ത് എനിക്ക് സൂരജിനെ കുറിച്ച് മാത്രമേ ഓർക്കാൻ കഴിഞ്ഞുള്ളൂ. അവനെ എന്നെ അകറ്റാൻ ശ്രമിച്ച എല്ലാവരെയും എനിക്ക് ദേഷ്യത്തോടെ മാത്രമേ ഓർക്കാൻ സാധിച്ചുള്ളൂ. എന്നാലും മോളെ, മോളെ അച്ഛനും അമ്മയ്ക്കും അത്രയും വില പോലും തന്നില്ലല്ലോ. എന്താ തന്നെ ഇത്? മോളെ സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നിട്ട് നീ ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കുകയാണോ? അവള് പറഞ്ഞത് മനോജേട്ടനും കേട്ടില്ലേ? ഇത് കേട്ടിട്ട് ഞാൻ എങ്ങനെ സഹിക്കും? മോളുടെ മാനസികാവസ്ഥ നമ്മളും മനസ്സിലാക്കണം. ജീവന് തുല്യം സ്നേഹിച്ച് ഒന്നിച്ച് ജീവിക്കണമെന്ന് സ്വപ്നം കണ്ട ആള് പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ ജീവിതത്തോടൊരു വിരക്തി തോന്നും. ആ സമയത്ത് മറ്റാരെയും ഓർക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ഞാൻ നിങ്ങളെയൊക്കെ വേദനിപ്പിക്കുക ചെയ്യുന്നത്. പക്ഷെ ഒന്നും മനഃപൂർവ്വമല്ല. എനിക്ക് എന്റെ സൂരജിനെ മറക്കാനോ എന്റെ ജീവിതത്തിൽ അവനില്ലാതെ പൊരുത്തപ്പെടാനോ സാധിക്കുമായിരുന്നില്ല. ഇപ്പൊ സൂരജ് എവിടെയുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് മുന്നോട്ട് ജീവിക്കണമെന്ന് തോന്നുന്നത്. മോള് സമാധാനമായിരിക്കെ. ഈശ്വരൻ നമ്മളെ കൈവിടില്ല. മോൾ ആഗ്രഹിച്ച ജീവിതം തന്നെ തിരിച്ചു കിട്ടും. മോള് സൂരജും സന്തോഷത്തോടെ ഒരുപാട് നാൾ ഒന്നിച്ച് ജീവിക്കുന്നത് അച്ഛനും അമ്മയും കാണും. അതെ മോളെ, സൂരജിനെ ആരാ കൊണ്ടുപോയിരിക്കുന്നെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ സൂരജിന്റെ മുത്തശ്ശൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ഭാഗത്തു നിന്നും കൂടി ഒന്ന് ശ്രമിക്കണം. ആദർശ് ഒഫീഷ്യൽ ലെവലിലൊക്കെ സ്വാധീനം ചെലുത്തി വേണ്ടത് ചെയ്യും. എങ്ങനെയെങ്കിലും സൂരജിനെ കണ്ടെത്തിയാൽ മാത്രം മതി. ഏതായാലും എന്റെ ഈ കാത്തിരിപ്പിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എവിടെയോ എന്റെ സൂരജ് ഉണ്ടെന്നുള്ള പ്രതീക്ഷയുണ്ടല്ലോ. ആ ഒരു പ്രതീക്ഷ മതി എനിക്ക് ജീവിക്കാൻ. ഇനി ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം. അച്ഛനും അമ്മയും പറയുന്ന പോലെ അനുസരിക്കുകയും ചെയ്യാം. നീ എന്ന് സന്തോഷമായിട്ടിരിക്കണം മോളെ, അല്ലാതെ മറ്റൊന്നും നമുക്ക് വേണ്ടടി. മോളെ, നീ മനസ്സ് തുറന്ന് ചിരിക്കുന്ന കാണാൻ പറ്റിയല്ലോ. അത് മതി ഞങ്ങളുടെ മനസ്സ് നിറയെ. അതെ, ഇനി ഈ മൂടിക്കെട്ടിയ അവസ്ഥയൊക്കെ മാറ്റി നല്ല ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. വാ. സൂരജിനെ ആരോ കാറിൽ കയറ്റിക്കൊണ്ട് പോയെന്ന് മാത്രമേ അയാൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇത് കണ്ടയാൾ എന്താ ഇതറിയിക്കാൻ ഇത്രയും നാളെ താമസിച്ചേ? സൂരജിന്റെ ഫോട്ടോ കാണിച്ച് അന്വേഷിക്കുന്ന സമയത്താ ഒരാൾ ഇങ്ങനൊരു കാര്യം പറയുന്നത് തന്നെ. പിന്നെ ഒരാൾ കാറിൽ കയറി പോകുന്നത് കണ്ടുവെന്ന് മറ്റുള്ളവരോട് വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി സൂരജ് കയറിപ്പോയെന്ന് പറയുന്ന കാർ എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് ഇനി നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. കർണാടകയിലെ അവസ്ഥ അറിയാമല്ലോ. അവിടെ എന്തെങ്കിലും നടത്തിയെടുക്കണമെങ്കിൽ നമുക്ക് അവിടെ ആള് വേണം. ആദർശല്ലാതെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ആരുമില്ല. ഞാനിന്ന് ആദർശനെ വിളിച്ച കാര്യം പറയാം. അല്ല മോളെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ പറഞ്ഞ ആദർശം അങ്ങോട്ട് പോവോ? എന്തായാലും ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. എന്താ ഹരിയേട്ടാ? അത് സൂരജിന്റെ വിവരങ്ങൾ അന്വേഷിക്കാനേ ആദർശ് എന്നോട് കർണാടകയിലേക്കൊന്ന് പോവാമോ എന്ന് ചോദിക്കാൻ വേണ്ടി ഫോൺ ചെയ്യാൻ തുടങ്ങായിരുന്നു. മീരമോള് പറയാനാണോ?
ഞാനും പറയാം. വേണ്ട ഹരിയേട്ടാ, നമ്മൾ പറഞ്ഞിട്ട് ആദർശത അനുസരിച്ചില്ലെങ്കിൽ പിന്നെ അത് വലിയ പിണക്കത്തിന് കാരണമാവും. പിന്നെ എന്ത് ചെയ്യും? ആദർശേട്ടൻ പോയിട്ടല്ലേ കാര്യമുള്ളൂ. അതെ, പക്ഷേ അത് നമ്മൾ സംസാരിക്കണ്ട, അച്ഛൻ സംസാരിച്ചോളും. സൂരജിന് വേണ്ടി അവന്റെ മുത്തച്ഛൻ സംസാരിക്കുമ്പോ ആദർശന് മറുത്തൊന്നും പറയാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിലും അച്ഛനോട് ആദർശനൊരു കടമയുള്ളതല്ലേ. ആ, മുത്തശ്ശി സംസാരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. മുത്തശ്ശനോട് സംസാരിച്ച ശേഷം ആദർശേട്ടൻ എന്തു പറഞ്ഞു എന്ന് നമ്മളെ വിളിച്ചറിയിക്കാൻ പറയണേ ബീനാമേ. ഞാൻ പറയാം. എത്രയും പെട്ടെന്ന് സൂരജിനെ കണ്ടെത്തിയാൽ മതിയായിരുന്നു. ഇപ്രാവശ്യം അതിന് സാധിക്കുന്ന മനസ്സ് പറയുന്നത്. എല്ലാം ഈശ്വരന്റെ കയ്യിലാ. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. ഭഗവാൻ എല്ലാം നടത്തി തരട്ടെ. എത്രയായി? 100. ദാ. ഓ ശരി. എന്താ മുത്തച്ഛ കാണണമെന്ന് പറഞ്ഞത്? സൂരജിന്റെ ചില വിവരങ്ങൾ അറിഞ്ഞു. അതിന്റെ കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാ ഞാൻ മോനെ കാണണമെന്ന് പറഞ്ഞത്. സൂരജ് എവിടെയുണ്ടെന്നുള്ള വിവരം കിട്ടിയോ? എവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല, പക്ഷേ സൂരജിന് മറ്റു കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞു. ഞാൻ സൂരജിന്റെ കുറെ ഫോട്ടോ എടുത്ത് കർണാടകയിൽ പോയപ്പോ അവിടെയുള്ള പലരെ ഏൽപ്പിച്ചിരുന്നു. അതിലൊരാൾ എന്നെ വിളിച്ച് സൂരജിനെ രണ്ടുപേർ ഒരു കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നതായി കണ്ടെന്ന് പറഞ്ഞു. കാറിൽ കയറ്റിക്കൊണ്ടുപോകാൻ സൂരജിന് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കുമോ? അതേക്കുറിച്ചൊന്നും അയാൾക്ക് അറിയില്ലല്ലോ. പിന്നെ പരിചയമുള്ളവരുടെ ഒപ്പമാണ് സൂരജ് പോയതെങ്കിൽ അത് കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കില്ലേ? അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ സൂരജിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ഇതിനോടൊക്കെ അറിയുമായിരുന്നല്ലോ. ഇത് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ആരും അല്ലെന്നുള്ള ഉറപ്പാ. സൂരജിന്റെ സുഹൃത്തുക്കൾ ആരോ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നുണ്ട്. ഇനി അവരാരെങ്കിലും വീക്കെൻഡ് ആഘോഷിക്കാനോ മറ്റോ സൂരജിനെ വിളിച്ചോണ്ട് പോയതാണോ എന്ന് അറിയില്ലല്ലോ. അവരുടെയൊക്കെ നമ്പർ സംഘടിപ്പിച്ച് ഹരിയും മനോജും ഒക്കെ വിളിച്ചതാ. അവർക്ക് ആർക്കും സൂരജിനെ കുറിച്ച് ഒന്നും അറിയില്ല. സൂരജിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി എന്നാണ് അയാൾ വിളിച്ചപ്പോ പറഞ്ഞത്. അത് നിർബന്ധിച്ചു കൊണ്ടുപോയതാണോ എന്നറിയില്ല. അതുകൊണ്ടാ ഞാൻ കമ്പനിയിലെ ആരെങ്കിലും ആണോ എന്ന് സംശയം ചോദിച്ചേ. സൈറ്റിലുള്ള ഏതെങ്കിലും ലോക്കൽസുമായിട്ട് സൂരജിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയോ മറ്റോ ചെയ്തിരുന്നോ? എൻ്റെ അറിവിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. സൈറ്റിൽ എല്ലാവരോടും ഞാൻ സൂരജിന്റെ കാര്യം സംസാരിച്ചു. അങ്ങനെ എന്തെങ്കിലും അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിവരം അറിയിക്കാതിരിക്കുമോ? അതെ, പക്ഷേ എവിടെയെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സുരക്ഷിതനായ സൂരജ് ഉണ്ടെങ്കിൽ അവൻ നമ്മളെ വിളിക്കാതിരിക്കുവോ? ഇനി അഥവാ നമ്മളെ വിളിച്ചില്ലെങ്കിലും വിദ്യമോളെയെങ്കിലും വിളിച്ച് കാര്യം അറിയിക്കാതിരിക്കുവോ? അതുകൊണ്ടാണ് എനിക്കൊരു പേടി. മുത്തശ്ശൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുമാണ് സൂരജിനെ കൂട്ടിക്കൊണ്ട് പോയതെങ്കിൽ ഇതിനകം അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നല്ലോ. പിന്നെ ആരായിരിക്കും സൂരജിനെ കൂട്ടിക്കൊണ്ടു പോയത്? എന്തിനു വേണ്ടിയായിരിക്കും അത്? ഇതേ കാര്യം നമ്മൾ പരസ്പരം പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇതുവരെ ഒരു ഉത്തരവും നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞ സ്ഥിതിക്ക് നല്ല രീതിയിൽ ആത്മാർത്ഥതയുടെ ഒരു അന്വേഷണം ഉണ്ടായാൽ നമുക്ക് സത്യം കണ്ടെത്താൻ പറ്റുമെന്നാ എനിക്ക് തോന്നുന്നത്. അതെന്താ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞത്? നമ്മൾ അന്വേഷണം നടത്തുന്നത് നല്ല രീതിയിൽ ആത്മാർത്ഥത്തോടെ തന്നെയല്ലേ? മുത്തശ്ശനും കർണാടകയിൽ വന്നതല്ലേ? അവിടെയുള്ള പോലീസുകാരെല്ലാം നമ്മളോട് വേണ്ട രീതിയിൽ സഹകരിക്കുന്നില്ലേ? അവർക്കെല്ലാം നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ പണവും കൊടുത്തിട്ടുണ്ടെന്ന് മുത്തശ്ശൻ അറിയാമല്ലോ. അയ്യോ, അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ചെയ്യേണ്ടതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഇല്ലാത്തപ്പോ
വേണ്ട രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊരു പക്ഷേ ശരിയായിരിക്കാം. എന്നാലും അവർ പറ്റാവുന്ന രീതിയിൽ വേണ്ടത് ചെയ്യുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം. പിന്നെ ഇപ്പം കിട്ടിയ കാറിൻ്റെ അപ്ഡേറ്റ്സ് ഇന്ന് തന്നെ ഞാൻ അവരെ വിളിച്ചറിയിക്കാം. അവർ ആ രീതിയിൽ അന്വേഷിക്കട്ടെ. സംഭവത്തിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അതും അറിയാമല്ലോ. സത്യമല്ലാത്തൊരു കാര്യം ഒരാൾക്ക് നമ്മളെ വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ മോനെ? അതിൽ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യൻ്റെ സ്വഭാവം നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല മുത്തശ്ശ. സ്വന്തം കാര്യങ്ങൾ നേടാൻ എന്ത് നുണ പറയാനും മനുഷ്യർക്ക് ഒരു മടിയുമില്ല. എന്തായാലും ഞാൻ കർണാടക പോലീസിനെ ഒന്ന് വിളിക്കട്ടെ. എന്റെ അഭിപ്രായത്തില് നമ്മൾ വിളിക്കുന്നതിലും നല്ലത് അവിടെ ചെന്ന് നേരിട്ട് വേണ്ടത് ചെയ്യുന്നതാണ്. സൂരജിനെ കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവരേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ആദർശനുണ്ട്. എനിക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു ഉത്തരവാദിത്വം സൂരജിന്റെ കാര്യത്തിലില്ല. ആദർശിന്റെ കമ്പനിയിൽ ജോലിക്കായിട്ടാണ് സൂരജ് ഇവിടെ നിന്നും വന്നത്. അവനെ തിരിച്ച് വീട്ടിലെത്തിക്കേണ്ട കടമ ആദർശനുണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ കർണാടകയിലെ കമ്പനിയിൽ സൂരജിന് ജോലി കൊടുക്കണമെന്ന് എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് ഹരിയെങ്കിലും ബീനാന്റിയ. അല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സൂരജിനെ അങ്ങോട്ട് കൊണ്ടുപോയതല്ല. അതുകൊണ്ട് സൂരജിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഏൽക്കേണ്ട കാര്യം എനിക്കില്ല. എന്നിട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ എന്നെ പലതും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാ ഞാനത് സമ്മതിച്ചു തരുമെന്ന് കരുതണ്ട. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല മോനെ. എന്റെ സങ്കടവും ടെൻഷനും കൊണ്ട് പറഞ്ഞതാ. സൂരജിനെ കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവരണമെന്ന ഒരു ചിന്ത മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. അതെ, ഞാൻ അവിടെ ചെന്നാലും ഭാഷയും രീതികളും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം ആദർശ് ചെന്നാൽ പ്രയോജനം ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ ഒരു വിവരം കിട്ടിയ സ്ഥിതിക്ക് അതിന്റെ പിൻബലത്തിൽ കൂടുതൽ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങൾ തീരില്ലേ? ഇത്തരം ഒരു ഘട്ടത്തില് ഞങ്ങൾ ആദർശനോടല്ലാതെ ആരോട് പറയും ഇതൊക്കെ? ഞാൻ അറിയാതെ പറഞ്ഞതൊന്നും മോൻ മനസ്സിൽ വെച്ചേക്കരുത്. ഞങ്ങളെ ഒന്ന് സഹായിക്കണം. സൂരജിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടത് ചെയ്യണം. ശരി, ഞാൻ ചെയ്യാം. മുത്തച്ഛൻ സമാധാനമായിട്ടിരിക്കെ. സമാധാനമൊന്നുമില്ല. സൂരജിനെ കണ്ടുകിട്ടും വരെ മനസ്സിലെ പെടച്ചിൽ അടങ്ങുകയില്ല. നമുക്ക് ശ്രമിക്കാം മുത്തച്ഛ. എത്രയും പെട്ടെന്ന് വേണ്ടത് ചെയ്യാം. അങ്ങനെ ആവട്ടെ. ഇനി ആദർശന് സമയം ഞാൻ കളയുന്നില്ല. മോൻ പൊയ്ക്കോ. മുത്തച്ഛനും വരൂ. എന്നെ എവിടെ നിന്ന് വെച്ചാൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. സൂരജിന്റെ മുത്തശ്ശൻ സൂരജിനെ ആരോ കാറി കയറ്റിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞ കാര്യം വിദ്യ അറിയിക്കണോ വേണ്ടോ എന്ന കാര്യത്തില് എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ വിദ്യ അറിയിക്കുന്നതാണ് നല്ലതെന്ന് മനോജേട്ടൻ പറഞ്ഞപ്പോ അതാണ് ശരിയെന്ന് എനിക്കും തോന്നി. പിന്നെന്തിനാ ധന്യ നീ ഇക്കാര്യം തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? വിദ്യ പറഞ്ഞില്ലേ, അവൾ ഓരോ അവസ്ഥകളുമായി പൊരുത്തപ്പെട്ട് വരുമ്പോ ഓരോ വാർത്തകൾ വരുന്നതും അത് അവളെ വീണ്ടും വിഷമിപ്പിക്കുന്നു എന്നും. ശരിയാണ്. എന്നാലും നമ്മൾ അറിഞ്ഞൊരു കാര്യം മോളെ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതെ തന്നെ, മനോജ് പറഞ്ഞതാ ശരി. ഇക്കാര്യം മോളെ അറിയിച്ചത് നന്നായും തന്നെയാ എനിക്കും തോന്നുന്നേ. സൂരജ് ഉടനെ തിരിച്ചു വരികയാണെങ്കിൽ അറിയിച്ചത് നല്ല കാര്യം തന്നെയാണെന്ന കാര്യത്തില് എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ മറിച്ച് സംഭവിച്ച എന്ത് ചെയ്യുന്നുള്ള പേടി എനിക്ക്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അങ്ങനെ സംഭവിക്കില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഭഗവാൻ വെറുതെ അങ്ങ് തള്ളിക്കളയില്ല തന്നെ. നല്ലത് സംഭവിക്കണമെന്ന് തന്നെയാ എന്റെ മനസ്സിലെ ആഗ്രഹവും പ്രാർത്ഥനയും. പക്ഷെ മറിച്ചായ അത് വിദ്യമോളെ ബാധിച്ച അങ്ങനൊരവസ്ഥ ഇനി എനിക്ക് താങ്ങാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വേദനകളൊക്കെ ചിലപ്പോൾ വന്നു ചേർന്നു വരാം. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് മനസ്സിന് വേണം. അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോവും. അതെ, ഇതൊക്കെ പറയാൻ എളുപ്പമാണമ്മേ. ആരും അത്തരം കരുത്തൊന്നും മനസ്സിനുണ്ടെന്ന് കരുതിയല്ല ജീവിക്കുന്നത്.
ഓരോ പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരുമ്പോ അറിയാതെ സംഭവിച്ചു പോകുന്നത്. ധന്യ പറഞ്ഞത് ശരിയാ. എല്ലാ സന്ദർഭങ്ങൾക്കനുസരിച്ച് സംഭവിച്ചു പോകുന്നതാ. ആ സമയത്ത് നമ്മൾ പ്രതികരിക്കേണ്ടത് എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാനൊന്നും ജീവിതത്തിലൊരു വഴിയുമില്ല. എന്തായാലും കാര്യങ്ങൾ വിദ്യമോളെ അറിയിച്ചല്ലോ. ഇനിയിപ്പോ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. എന്താ വന്നു ഭവിക്കേണ്ടതെന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അതെല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റൂ.